അങ്ങനെ രേണുസുതി തന്നെ വേണ്ടി വന്നു അവിടെ ഒരു പ്രശ്ന പരിഹാരത്തിന്. സോ ഇന്ന് തിരുവോണ നാളിൽ ആദ്യ മത്സരമായ പൂക്കളം മത്സരം നടത്തിയത് 3 ടീമായി ഡിവൈഡ് ചെയ്തിട്ടാണ്. 1 അനീഷിൻ്റെ ടീം, 2 ഷൈത്തയുടെ ടീം, 3 രേണുസുതിയുടെ ടീം. സോ ഈ 3 ടീമായിട്ട് നടത്തിയ മത്സരത്തിൽ വിധികർത്താവ് ആയി വന്നത് രേണുസുതിയും. അതായത് 3 ടീമിൻ്റെയും ക്യാപ്റ്റന്മാരാണ് ഈ 3 പേര്. സോ അവസാനം വന്നപ്പോഴത്തേക്കിന് രേണുസുതി പറയുന്നതായിട്ട്, അതായത് 3 ക്യാപ്റ്റന്മാരിൽ 3 പേരോട് ഒരുമിച്ച് തീരുമാനമെടുക്കണം ആരായിരിക്കണം വിന്നർന്ന്. പക്ഷേ ആരെങ്കിലും വിട്ടുകൊടുക്കും അവരുടെ ടീം മോശമാണെന്നുള്ളത്. പക്ഷേ രേണുസുതി ശൈത്യയുടെ ടീമിൻ്റെ ഒപ്പം നിന്നത് ശൈത്യയുടെ ടീമാണ് വിജയിച്ചതെന്നുള്ള രീതിയിൽ വിധി പറയുകയായിരുന്നു. അത് ആക്ച്വലി ഒരു ഫെയർ ഡിസിഷനായിരുന്നു. അതെങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തപ്പൂക്കള മത്സരം തുടക്കത്തിൽ തന്നെ രേണുസുതിയുടെ ടീം പാളിയതിനാൽ ഡിസൈനും ബാക്കിയുള്ളതൊന്നും നന്നായി വന്നില്ല. അതുകൊണ്ട് തന്നെ രേണുസുതിയുടെ ടീം കുറച്ച് പിന്നോക്കമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അനീഷിൻ്റെ ടീമും ഷൈതയുടെ ടീമുമായിരുന്നു മുന്നേറി നിന്നിരുന്നത്. അതിനകത്ത് അനീഷിൻ്റെ അത്തപ്പൂക്കളം അത്യാവശ്യം നല്ല ഡിസൈനായിരുന്നു, നല്ല കളർ കോമ്പിനേഷനായിരുന്നു, കൊള്ളാമായിരുന്നു. പക്ഷേ എല്ലാ പൂക്കളും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഷൈത്യയുടെ ടീമിനായിരുന്നു മുൻതൂക്കം. അതിനെ തുടർന്ന് വിധി പ്രഖ്യാപിച്ചപ്പോൾ രേണുസുതി ഷൈത്യയോടൊപ്പം നിൽക്കുകയും അവിടെ ഒരു വലിയ പ്രശ്നം തന്നെ ആയിരുന്നു. അനീഷ് പറഞ്ഞു ഞാൻ ഒട്ടും വിട്ടുതരില്ല എന്നുള്ള ഒരു രീതിയിൽ തന്നെ നിന്നിരുന്നെങ്കിലും ശൈത്യം അതേപോലെ തന്നെ ഞങ്ങളും വിട്ടുതരില്ല എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയും അങ്ങനെ ലാസ്റ്റ്, കാരണം അവർക്ക് ഉച്ചയൊക്കെയായി ഫുഡൊക്കെ കഴിക്കണ്ടേ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രേണുസുതി പറഞ്ഞു ഇത് ശൈത്യ ടീമാണ് വിജയിച്ചത്. അതുപോലെ തന്നെ എല്ലാ പൂക്കളും കാര്യങ്ങളും എല്ലാം കൊടുത്തിരുന്ന എല്ലാ പൂക്കളും യൂസ് ചെയ്ത് നല്ലൊരു അത്തപ്പൂക്കളം ഡിസൈൻ ചെയ്യാൻ പറ്റിയത് ശൈത്യ ടീമായിരുന്നു. അങ്ങനെ ശൈത്യ ടീം വിജയിച്ചു. സോ ഈ ഒരു ഡിസിഷൻ എടുത്തത് രേണുസുതി ആയിരുന്നു. അത് അപ്രീഷിയേറ്റ്, കാരണം അത് ഫെയർ ആയിരുന്നു. കാരണം പൂക്കളം എന്ന് പറയുന്നത് നല്ല ഡിസൈൻ മാത്രമല്ലല്ലോ, കൊടുക്കുന്ന എല്ലാ ക്രൈറ്റീരിയയിലും അത് വരണം. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശൈത്യ ടീമായിരുന്നു ഡിസേർവിങ്. അങ്ങനെ ശൈത്യ ടീം വിജയിച്ചു.